വെൽക്കം ഓൾ. കേരള ടോക്സിന്റെ പ്രീപോൾ സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ പറയാൻ ഒരുപാട് വിവാദമാണ് അല്ലേ. പാലക്കാടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രാഹുൽ മാങ്കുളത്തിലാണ് MLA. പക്ഷെ അദ്ദേഹത്തെ ഒരു കേസ് ആയിട്ട് കോൺഗ്രസ് എന്ന പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയാണ്. അതവിടെ നിൽക്കട്ടെ. പാലക്കാടിൽ BJP എത്രത്തോളം സാധ്യതയുണ്ട്, BJP അക്കൗണ്ട് വിരിയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് പാലക്കാടിനെ കുറിച്ചിട്ട്. പാലക്കാടിൽ കോൺഗ്രസിന് ഏകദേശം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ലീഡുള്ളൊരു സ്ഥലമാണ്. 2024 ഇലക്ഷനിലും ലീഡുണ്ട്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3-ാം സ്ഥാനത്താണ്, രണ്ടാമത്തെ ഇടതുപക്ഷമാണ്. പിന്നെ എക്സ്പെഷ്യലി എന്ന് പറയാനുള്ളത് മുനിസിപ്പാലിറ്റി 27 to 28 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഉണ്ടായിരുന്നു. അത് 3 എണ്ണം കുറഞ്ഞേക്കാണ്. ഒരു സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനും CPM-നും വേണമെങ്കിൽ അട്ടിമറിക്കാം. പക്ഷെ ആശയപരമായുള്ള പ്രശ്നം കാരണം അതിനവിടെ നിൽക്കുന്നില്ല. കോൺഗ്രസ്സിൽ അവിടെ സന്ദീപ് വാര്യർ, തങ്കപ്പൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, അതേപോലെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ്റെ പേരൊക്കെ പറഞ്ഞേക്കേണ്ട ഒന്നും കൺഫർമേഷൻ ഇല്ല. ഇടതുപക്ഷത്തിൽ ആര് നിൽക്കുന്ന അറിയില്ല. പക്ഷേ BJPയിൽ അവിടുത്തെ അവരുടെ ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവനാന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ട് അദ്ദേഹം അതിൻ്റെ വർക്കുകൾ കാലത്തോടെ തുടങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു നിയോജകമണ്ഡലമാണ് ഈ പാലക്കാട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. കേരള ടോക്സ് അവിടെ പോയി അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിച്ചാണ്, അവിടുത്തെ ഫോൺ കോൾസ് നേരിട്ട് പോയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട്. നിങ്ങൾക്ക് യൂട്യൂബിലും ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാൻ എല്ലാ ജില്ലകളിലും പോയി വിവരങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് രാഹുൽ മാങ്കുളത്തിനെ കുറിച്ചിട്ടും അവിടുത്തെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ കുറിച്ചിട്ടും സ്ഥാനാർത്ഥത്തെ കുറിച്ചിട്ടൊക്കെ. പക്ഷേ സന്ദീപ് വാര്യർ വരികയാണെങ്കിൽ അവിടെ സന്ദീപ് വാര്യരും CPM-ന്റെ ആർഷോ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്നും സാധ്യതയുള്ളോ ഉറപ്പൊന്നുമില്ല. അതേപോലെ പ്രശാന്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുക. അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ലൊരു ഹോൾഡുള്ള സ്ഥലമാണ്. സന്ദീപ് വാര്യരോട് നിൽക്കാച്ചെങ്കിൽ കോൺഗ്രസിന് ഒരു പുത്തൻ ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർഷോ നിൽക്കുകയാണെച്ചെങ്കിൽ ഇടതുപക്ഷത്തിനും BJPയുടെ ജില്ലാധ്യക്ഷൻ ഏകദേശം അവിടെ നിലയുറപ്പിച്ച മട്ടാണ്. അപ്പോൾ വലിയൊരു ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കേരള ടോക്സ് അവിടെ പോയി അന്വേഷിച്ച് ഡാറ്റ കളയുന്ന അടിസ്ഥാനം പറയുന്നു കോൺഗ്രസിനാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കേരള ടോക്സ് വിജയം പ്രവചിക്കുന്നത്. കാരണം അതിന് ഡാറ്റ നോക്കുമ്പോഴും അവിടെ നേരിട്ട് പോയി അന്വേഷിച്ചതിലും ഏറ്റവും കൂടുതൽ പറയുന്നത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലമാണ്, കോൺഗ്രസ്സാണ് കൂടുതലെന്ന് പറയുന്നത്. അവിടെ ഉള്ള പഞ്ചായത്തുകളും കാര്യങ്ങളും മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു പഞ്ചായത്തിലും കൂടെയാണ് BJPക്ക് ശക്തികൾ. 1-2 പഞ്ചായത്ത്, ബാക്കിയുള്ളവർക്ക് കോൺഗ്രസിന് തന്നെയാണ്. വോട്ട് പെർസെൻറ്റേജ് കാര്യത്തിലും സംഘടനാ സമയത്തിൻ്റെ കാര്യത്തിലും അവിടെ കോൺഗ്രസിന് വൻ മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ സന്ദീപ് വാര്യരാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ ഓക്കെ. അതെല്ലാം വെച്ചെങ്കിൽ മാറി ചിന്തിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം അതിനിർണായകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ടോക്സ്. താങ്ക് യു.